നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ട ബജി ഉണ്ടാക്കിയാലോ? അതുണ്ടാക്കാനായി നമുക്ക് കടലമാവ് 1 കപ്പ്, മുട്ട 4 എണ്ണം, കായപ്പൊടി 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 3 എണ്ണം ചതച്ചത്, ഗരം മസാല 1 പിഞ്ച്, ഉപ്പ് 1/2 ടീസ്പൂൺ, പിന്നെ 1/4 കപ്പ് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ആ 4 മുട്ടയും സ്ലൈസ് ആക്കിയിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. പിന്നീട് ഓരോ സാധനങ്ങളായി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 1/2 ടീസ്പൂൺ ഉപ്പ്, മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി, കറിവേപ്പില കുറച്ച് അരിഞ്ഞു വെച്ചത്, കായപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നീട് ചതച്ച 3 വെളുത്തുള്ളിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. മാവ് കട്ട പിടിക്കാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് 1 പിഞ്ച് മസാലയും കൂടി ചേർത്തിട്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ അത് മുട്ടയ്ക്കകത്ത് പിടിക്കത്തില്ല. ഏകദേശം ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ സ്ലൈസായിട്ട് ഉടയാതെ മാവിലൊന്ന് മുക്കിയെടുക്കാം. കൈ ഉപയോഗിച്ചാലും മതി, പക്ഷെ ഞാനിവിടെ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. മുട്ട ബജി തയ്യാറാക്കാനായി ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിലുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഈ പാത്രത്തിന് അധികം വിസ്താരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ 2 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ നന്നായിട്ട് മുങ്ങി കിടന്നോളൂ. അപ്പം നമ്മുടെ മുട്ട ബജി നല്ല ക്രിസ്പി ആയിട്ട് വെന്ത് വരും. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ സ്ലൈസുകളും ഒന്ന് പൊരിച്ചെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക.